എന്നാ ഉണ്ടെന്നേ, നമുക്കൊന്ന് കട്ടപ്പന വരെ പോയാലോ? തിന്നാനുള്ള ആക്രിപൂക്കര മുഴുവൻ മേടിച്ച് ബാഗ് നിറച്ചിട്ടുണ്ട്. തീറ്റ മുഖ്യം ബിഗിലേ. എനിക്ക് തന്നെ ഇത് കണ്ടിട്ട് ചിരി വന്നു കേട്ടോ. ഇഞ്ചി മിഠായി, ഇഞ്ചി മിഠായി, പഴയ നൊസ്റ്റാൾജി ഓർമ്മ വന്നില്ലേ? അതാണ്. കുപ്പി വെള്ളം എല്ലാം സെറ്റാണ്. കോട്ടയത്ത് നിർത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും വണ്ടർലായി പോയവരായിരുന്നു. എൻ്റെ അമ്മോ, മുളകും തിരുമുളകും കമ്പി ഇങ്ങനെ പിടിച്ചിട്ട് അതൊരുമാതിരി മൈതാമാവ് പോലായി. അവിടുന്ന് കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും കാഞ്ഞിരപ്പള്ളി മുടിഞ്ഞ മഴ. ഞാൻ ഓർത്ത് ഇന്നത്തെ പോക്ക് ഹദാഹുവ, മുഴുവൻ മഴയായിരിക്കുന്നു. പക്ഷേ മുണ്ടക്കയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും മഴയൊക്കെ ഇങ്ങോട്ട് തോന്നുന്നു നല്ലൊരു ക്ലൈമറ്റ് ആകാൻ തുടങ്ങി കേട്ടോ. ചെറിയ രീതിയിൽ ഇങ്ങനെ മല കയറാൻ തുടങ്ങിയപ്പോൾ മഞ്ഞൊക്കെ കാണാൻ തുടങ്ങി, കോടയൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ ഒരു മനസ്സിലൊരു സന്തോഷമായി. നല്ലൊരു ക്ലൈമറ്റ്, നല്ല യാത്ര, നല്ല ക്ലൈമറ്റ്. അവിടുന്ന് കുറച്ചങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്നെ സംബന്ധിച്ച് എനിക്ക് നെഗറ്റീവ് കയറി വരും. ആ കാട്ടിനകത്തു നിന്ന് വല്ല പുലിയോ ആനയൊക്കെ ഇറങ്ങിയാലോ, ഈ മല ഇടിഞ്ഞാലോ, നെഗറ്റീവേ ചിന്തിക്കത്തുള്ളൂ. പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് മുന്നോട്ട് ചെന്നപ്പോഴത്തേക്കിനും വഴി നീളെ കോട ഇറങ്ങിയിട്ട് മഞ്ഞ് കാരണം നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഈ വെള്ളച്ചാട്ടം ഓർമ്മയുണ്ടോ? ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. അവിടെ നിന്ന് മുന്നോട്ട് പോകും തോറും നമുക്കിങ്ങനെ വഴി നീളെ കോടയാട്ടോ. കോടമഞ്ഞ് ഇറങ്ങിയിട്ട് നല്ല രസമാണ്. തേയിലത്തോട്ടത്തിനകത്തെല്ലാം ഇങ്ങനെ കോടമഞ്ഞിറങ്ങി നല്ല ഭംഗിയാട്ടോ. നല്ല യാത്ര, നല്ലൊരു പ്രത്യേക ഫീലാട്ടോ. ഇടുക്കി കട്ടപ്പനയൊക്കെ പോയിട്ടില്ലാത്തവർ ഒന്ന് പോകണം കേട്ടോ. ഇതൊന്നും നമുക്ക് എക്സ്പീരിയൻസ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതിങ്ങനെ കോടയൊക്കെ ഇറങ്ങുന്ന സമയത്ത് ഒന്നെങ്കിൽ രാവിലെ വെളുപ്പിന് അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഒക്കെ പോകണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്, ഇടുക്കി കട്ടപ്പനയൊക്കെ പോയിട്ടില്ലാത്തവരൊന്ന് പോയി കാണാം കേട്ടോ.